സംടൈംസ് ലൈഫ് ഈസ് സോ ക്രൂവൽ. നമ്മൾ അത്രയൊക്കെ മറക്കണം എന്ന് ആഗ്രഹിച്ച മൊമെന്റ്സ്, നമ്മൾ അത്രയും അത് മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോലും ജീവിതം നമ്മളെ കൊണ്ട് അങ്ങോട്ട് ഓർമ്മിപ്പിക്കും. ഞാൻ നിങ്ങളെ എക്സിന്റെ കാര്യം എന്നല്ല പറയുന്നുണ്ട്. ബ്രസീൽ വേഴ്സസ് ജർമ്മനി 7-1. എടാ അതൊക്കെ മറന്ന് ഏകദേശം 12 കൊല്ലായി. ഓക്കെ, ഓരോന്ന് മറന്ന് ആരും ഇനി അതും പറഞ്ഞ് കളിയാക്കൂല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ജർമ്മനി തന്നെ കുരസാവോനെ 7-1 പൊട്ടിച്ച്. വല്ല ആവശ്യമുണ്ടേനോ ഓർക്ക്? ഇല്ല, ഓർക്ക് 6 നിർത്തേനോ, പക്ഷെ ഒരു ചെയ്തില്ല. ടു ബി ഹോണസ്റ്റ്, ജർമ്മനിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും ഒരു വയ്യാത്ത പാവങ്ങളായ കുരസാവോർക്ക് നേരെ 7 അടിച്ച് ആക്രമണം കാഴ്ചവെച്ചതൊന്നും ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ല. ഓക്കെ, ഒരു അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ടീമുണ്ട്, ഒരു മാക്സിമം ഗോൾ അടിച്ചാണ് മുതലാക്കി. ബട്ട് കുരസാവോ, ഐ എം ആക്ച്വലി പ്രൗഡ് ഓഫ് ദം. ആകെ 1.5 ലക്ഷം എന്തോ ഉള്ള ഒരു ചെറിയ സ്ഥലം, ഓക്കെ, ഒരു കുഞ്ഞി സ്ഥലം. ആൻഡ് ഇവര് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, ചെറുതായിട്ട് ഒരു അപ്സെറ്റ് അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൊമെന്റ് നമുക്ക് തന്നു. ഓക്കെ, ജർമ്മനി 1 അടിക്കണോ, കുരസാവ് തിരിച്ചടിച്ച് കളി 1-1 ആക്കണോ. സംഭവം ജർമ്മനിയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും, യങ് പ്ലേയേഴ്സ് ആണെങ്കിലും സീനിയർ പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുരസാവക്കെതിരായതുകൊണ്ട് ഞാൻ കുറെ ഒന്നും അതിനെപ്പറ്റി ഇങ്ങനെ എടുത്ത് പറയണമെന്നില്ല. അതിപ്പോ അവരുടെ പെർഫോമൻസിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുരസാവോനെ ഒരു ഇന്ത്യൻ ഫാനിന്റെ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന്റെ ഒരു POV എന്ന് കാണുമ്പോൾ, ഇന്ത്യക്കെതിരെ ജർമ്മനി വന്ന് ഒരു 15 ഗോൾ അടിച്ചാൽ നമ്മൾ ജർമ്മനിനെ കുറെ പൊക്കി പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു കേസിൽ ഓക്കെ, എനിക്ക് കുരസാവോനെ ഇനി ബാക്കിയുള്ള ടീമാളും പഞ്ഞി കിട്ടാലും ഞാൻ കുരസാവോനെ കുറ്റം പറയൊന്നുമില്ല. മറ്റേ ടീമിനെ അങ്ങനെ പൊക്കി പറയാനും പോണില്ല. എന്താണെന്നറിയില്ല, എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് വെച്ചോളി. ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, കഴിഞ്ഞ 2 വേൾഡ് കപ്പിനെ പോലെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റ് ജർമ്മനിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം they are good and I am excited to see ഇവര് ബാക്കിയുള്ള 2 ഡീസന്റ് ടീംസിനെതിരെ എങ്ങനാവും ഗ്രൂപ്പിൽ കളിക്കുക എന്നുള്ളത്. ഈ 2 ടീമുകൾ കളിച്ചപ്പോൾ, അതായത് ഐവറി കോസ്റ്റും ഇക്വഡോറും തമ്മിൽ കളിച്ചപ്പോൾ, മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് അമാജിയാലോയുടെ ഗോളിലെ ഐവറി കോസ്റ്റ് 1 ഗോളിന് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു മാച്ച് കണ്ടിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ ആൻഡ് ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ യാൻ ഡയമണ്ട് എന്നുള്ള ഒരു 19 വയസ്സുകാരനെ കൂടുതൽ ആളുകൾ ഈ ഒരു മാച്ചോടെ അറിഞ്ഞിട്ടുണ്ട്. ഇൻ ദിസ് എക്കോണമി 8.2 റേറ്റിംഗ് വിത്തൗട്ട് ഗോൾ ഓർ അസിസ്റ്റ്. അപ്പൊ ആലോചിക്കണം നിങ്ങൾ ആൾ എന്തൊക്കെ ഈ ഒരു മാച്ചിൽ ചെയ്തിട്ടുണ്ടാവുന്നു. അടുത്ത പണ്ണൽ ബൈ ജപ്പാൻ. ഗൈസ്, ഞാൻ എൻ്റെ പ്രെഡിക്ഷനിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഡാർക്ക് ഹോഴ്സസ് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോണ ഒരു കൺട്രി ജപ്പാനാണ്. ഒരു നല്ലോണം ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നിൽ പോകുന്നുള്ളത്. കാരണം ഓരോരു പ്ലേയിങ് സ്റ്റൈല് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ബോളാണ്. കാരണം വെറുതെ സ്ലോ ആക്കുന്ന പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല. എത്ര ഫാസ്റ്റ് ആയിട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും അത്രയും ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്യാൻ നോക്കണോ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കളിനെ പറ്റി പറഞ്ഞില്ല, ബിക്കോസ് ഞാൻ ഫുള്ള് കണ്ടില്ല. ഓക്കെ, ഞാനൊരു 35 മിനിറ്റ് വരെയൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു. ആൻഡ് ആ ഒരു മൊമെന്റ് വരെ ഒരു നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കളി കഴിഞ്ഞപ്പോൾ 2-2 വേഴ്സസ് നെതർലൻഡ്സ്. എഗെയിൻ നെതർലൻഡ്സിന്റെ അത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെതിരെ ജപ്പാൻ 2-2 ഇമ്പോർട്ടന്റ് 1 പോയിന്റ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ജർമ്മനിനെ പുറത്താക്കിയിട്ട് ഗ്രൂപ്പ് കടന്ന ആൾക്കാരാ ജപ്പാൻ. ഓരോ മുന്നിൽ ഇനിയുള്ളത് ടുണീഷ്യ ആൻഡ് സ്വീഡൻ ടുണീഷ്യനെ 5-1 തോൽപ്പിച്ച് നിൽക്കുകയാണ്. സോ കാര്യങ്ങൾ അത്ര ഈസി ഒന്നും ആവില്ല. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ ജപ്പാൻ. എന്റെ പ്രഡിക്ഷനിൽ ഈ ടുണീഷ്യ എന്നുള്ള ടീമിന് ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ ടീമിനെയാണ് ഇവർ 5-1 പൊട്ടിച്ചത് എന്ന് മാത്രമല്ല, അവരുടെ 22 വയസ്സുള്ള മിഡ്ഫീൽഡർ യാസീൻ അയാരി 2 ഗോൾ അടിച്ചിട്ടോ. മാച്ചിലെ ഫസ്റ്റ് ഗോളും ലാസ്റ്റ് ഗോളും 2 ബാങ്ങേഴ്സ്. ഫസ്റ്റ് ഗോൾ ഒരു പെർഫെക്റ്റ് കിണ്ണം കാച്ചി വോളി, ആൻഡ് ലാസ്റ്റ് ഗോള് ബോക്സിന്റെ പുറത്തുനിന്ന് ഒരു പവർഫുൾ ഷോട്ട്. അതിനു പുറമെ യോക്രസ് ആൻഡ് ഇസാക്ക് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. ഏതോ ഒരുത്തൻ ഇറങ്ങി ഫസ്റ്റ് ടച്ചിൽ ഗോൾ അടിക്കണോ, എന്തൊക്കെയോ ആയിട്ട് അവർ 5-1 ജയിച്ചു. എഗെയിൻ ഓൺലി ഹൈലൈറ്റ്. ഓക്കെ, ഞാൻ കാണാത്ത മാച്ചിനെ പറ്റി കുറെ കൊണക്കാനൊന്നും നിൽക്കണില്ല. പിന്നുള്ള കേസ് എന്താണെന്നറിയോ, വേൾഡ് കപ്പാന്ന് വെച്ചിട്ട് എല്ലാ ഫുട്ബോൾ മാച്ചും ഞാൻ ഫുൾ ഇരുന്ന് കാണുന്നില്ല. എനിക്ക് അത്രക്ക് വലിയ ഫുട്ബോൾ ഭ്രാന്തനൊന്നും അല്ല ഞാൻ. ഓക്കെ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കണമെന്നില്ല. അത്രക്കുള്ളൂ. നിങ്ങൾ എല്ലാ മാച്ചൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഭ്രാന്തുള്ള ആളുകളാണെങ്കിൽ ഗുഡ് ഫോർ യു, ഗെറ്റ് എ ജോബ്. യുനോ, സാധാരണ ആൾക്കാർക്ക് രാവിലെ എണീറ്റ് പണിക്കൊക്കെ പോകേണ്ടി വരും. അത്രേ ഞാൻ പറയണുള്ളൂ. ബൈ ബൈ.